ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോയേൽ പ്രവചനത്തിൽ 2-ാം അധ്യായം 25-ാം തിരുലിഖിതം. വിട്ടിൽ, വെട്ടുകിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ നിങ്ങൾക്ക് തിരികെ നൽകും. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കോരോരുത്തർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് നിന്റെ കൂട്ടുകെട്ട് സൂക്ഷിക്കുക എന്നതിനെ കുറിച്ചാണ്. ദൈവവചനം ഓരോ മേഖലകളിലേക്ക് ഇന്ന് കർത്താവ് അയക്കുമ്പോൾ അനേകം കുടുംബങ്ങളിൽ നിന്ന് കർത്താവ് പ്രത്യക്ഷപ്പെടും. അനേകം ജീവിതങ്ങളിൽ നിന്ന് കർത്താവ് തൊട്ട് അനുഗ്രഹിക്കും. അനേക പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് ഇടപെട്ട് കെട്ടുകൾ അഴിക്കും. ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് മേരി, മുണ്ടമ്പേലി അത്തിപ്പുഴയിലാണ് എൻ്റെ വീട്. എനിക്ക് 2012 എനിക്ക് ഷുഗറുള്ളതാണ്. ഈ മേരി അമ്മ ഷുഗറുള്ള അമ്മയായിരുന്നു. 2012 എൻ്റെ വലത്തെ കാലിൻ്റെ തള്ളവിരലിൽ ഏതാണ്ട് കൊണ്ടതുപോലെ എനിക്ക് തോന്നി. അപ്പോഴെല്ലാം തൂത്ത് കളഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി, സാരമില്ല എന്ന് ഞാൻ വെച്ച്. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് പഴുക്കാൻ തുടങ്ങി. പഴുത്ത് വിരലിലെല്ലാം പഴുപ്പ് കയറി. കർത്താവേ, പഴുത്ത് വിരലിലെല്ലാം പഴുപ്പ് അങ്ങോട്ട് കയറി. എന്നിട്ട് 2-3 വിരൽ കളയണ്ടേ വന്നു. 2-3 വിരൽ കളയണ്ടേ വന്നു. കാലിന്റെ അടിയിലും പഴുപ്പ് വന്നിട്ട് ഞെക്കി കളഞ്ഞാണ് മരുന്ന് വെച്ച് കെട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ അഭിഷേകാഗ്നി വീട്ടിലിരുന്ന് കാണുമായിരുന്നു. കർത്താവിനോട് പ്രാർത്ഥിച്ചു. ആശുപത്രിയിൽ നിന്ന് പേരും വെട്ടി വന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച. ആശുപത്രിയിലൊക്കെ പോയാലും വീട്ടിൽ വന്നിരുന്നിട്ട് അഭിഷേകാഗ്നി കണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ 3 വിരലൊക്കെ കളയേണ്ടി വന്ന അമ്മയാ, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. 2012 ഒക്ടോബർ അവസാനത്തെ ആഴ്ചയിൽ വെള്ളിയാഴ്ച 11 മണിക്കത്തെ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ട് 2012-ാം ആണ്ടിലെ ഒക്ടോബറിൽ അവസാനത്തെ വെള്ളിയാഴ്ച അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടായത്? ആ സ്തുതിപ്പിന്റെ സമയത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചില ആളുകൾ ആ സമയത്ത് പറയും ടി വി കൂടെ പറഞ്ഞൊന്നും അനുസരിക്കാൻ പറ്റില്ല, ഇടവക നേരിട്ട് പറഞ്ഞതേ ഞാൻ ചിലപ്പോൾ അനുസരിക്കുള്ളൂ. അപ്പോൾ പിന്നെ ടി വി കൂടെ പറയുമ്പോഴും അനുസരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് കണ്ണ് തുറന്നിരുന്ന് ഈ അമ്മച്ചി കണ്ണടച്ചിരുന്ന്. കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പോൾ കണ്ണടച്ച്, കൈ ഉയർത്താൻ പറഞ്ഞ് കൈ ഉയർത്തി, സ്തുതിക്കാൻ പറഞ്ഞപ്പോൾ സ്തുതിച്ച്, അമ്മച്ചി അങ്ങോട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അപ്പോഴേക്കും ഞാൻ കണ്ടത് കർത്താവിൻ്റെ ചോര ഒഴുകുന്ന മുഖമാണ്. യേശുവിൻ്റെ തിരുമുറിവുകളുള്ള തിരുമുഖം ഈശോ പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു കൊടുത്ത്. ആ നിമിഷം തന്നെ എൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ അടി പഴുപ്പ് ഞങ്ങൾ ഞെക്കിക്കളഞ്ഞാണ് മരുന്ന് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോഴത് സുഖമായി. ആ നിമിഷം തന്നെ കാലിലെ ആ പഴുപ്പ് ഇങ്ങനെ പതുപതാന്ന് പറഞ്ഞിരുന്ന പഴുപ്പ് അങ്ങോട്ട് സുഖമായി. മുറിവുകളെല്ലാം ഉണങ്ങി. മുറിവുകളെല്ലാം കരിഞ്ഞു പോയി. എൻ്റെ ഷുഗർ കുറഞ്ഞു. ഷുഗറും കുറഞ്ഞു പോയി. അതെ, കുറഞ്ഞു പോയോ? അല്ല, ഷുഗർ പോയി. അപ്പൊ ഇപ്പൊ 2 വർഷമായി എൻ്റെ കാല് സുഖമായിട്ട്, പരിപൂർണ സുഖമായി. പിന്നെ ചികിത്സയില്ല അല്ലേ? പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ? പിന്നെ പഴുപ്പ് കയറിയിട്ടില്ലല്ലോ? കർത്താവ് അത്ഭുതകരമായി അങ്ങോട്ട് സുഖം. ഇപ്പൊ കാലൊക്കെ നിലത്ത് കൂടി നടക്കാവോ? കാല് ചവിട്ടി ഞാൻ പള്ളിയിൽ പോയി കുർബാന കാണും. നേരത്തെ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എല്ലാ ആവശ്യങ്ങൾക്കും പോകും. നേരത്തെ അങ്ങനെ പുറത്തേക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ബുദ്ധിമുട്ട് അപ്പൊ മരുന്ന് വെച്ച് കെട്ടണ കാരണം ഉണ്ടല്ലോ, ഇങ്ങനെ വെച്ച് കെട്ടി ഇങ്ങനെ നടക്കുമ്പോ ഒരു പണിയാ. ഇപ്പോഴതൊക്കെ മാറി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. നോക്കിയ പഴുത്ത് ഇങ്ങനെ പഴുപ്പ് ഞെക്കി കളഞ്ഞ് മരുന്ന് വെച്ചോണ്ടിരുന്ന ആ പാദം അഭിഷേകത്തിനെ കണ്ട് യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കിയപ്പം പഴുപ്പ് അപ്രത്യക്ഷമായി. കാലിലെ മുറിവുകൾ കരിഞ്ഞ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കാര്യം ചെയ്തുള്ളൂ. അച്ഛൻ ടി വി കൂടെ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടച്ച് കൈകൾ ഉയർത്തി സ്തുതിക്കാൻ പറഞ്ഞു. സ്തുതിച്ച സമയത്ത് ഈശോ പ്രത്യക്ഷപ്പെട്ട് ചോരം നിറഞ്ഞ ഈശോയുടെ മുഖം ആ അമ്മച്ചിക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ സമയം കാലിലെ മുറിവ് കരിഞ്ഞുപോയി. പിന്നെ ഷുഗറിൻ്റെ അസുഖത്തിന് ചികിത്സയിൽ അത് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു എളിയ മകളുടെ ജീവിതത്തിൽ ആ ഒരു ഹൃദയത്തിൻ്റെ പ്രാർത്ഥന, ആ ഒരു വിശ്വാസം ദൈവം മാനിച്ചിടപെട്ട്
അത്ഭുതമായി സൗഖ്യം കൊടുത്ത കർത്താവ് ഇന്ന് രാത്രി ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ തൻ്റെ സാന്നിധ്യം നൽകി ആശ്വാസം പകരും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. ഒരു നല്ലൊരു ശുശ്രൂഷയിലേക്ക് മനസ്സങ്ങോട്ട് തുറക്കുക. മക്കളെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് എൻ്റെ സമ്പത്ത് വർഷിക്കും. ഇത് വിശ്വസിക്കണം, ഇത് വിശ്വസിക്കണം. ഇപ്പോൾ 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക, കണ്ണുകൾ അടയ്ക്കുക. അതിനുശേഷം ആത്മാർത്ഥമായി എത്ര ഉറക്കെ സ്തുതിക്കാമോ അത്ര ഉറക്കെ കുടുംബം ഒന്നിച്ച് ഈ രാത്രി കർത്താവിനെ ആരാധിക്കുകയാണ്. മക്കൾ എത്ര നന്നായിട്ട് ആരാധിക്കാമോ, എത്ര ഏകാഗ്രതയിൽ ആരാധിക്കാമോ അത്രയും തീഷ്ണതയോടെ വിശുദ്ധിയോടെ ഈ ശുശ്രൂഷയെ പങ്കുചേരുക, വിശുദ്ധിയോടെ പങ്കുചേരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഓ ശക്തിയേ, ഉന്നതങ്ങളിൽ ആത്മാവേ, ജീവൻ നൽകുന്ന ആത്മാവേ, ശക്തി പകരുന്ന ആത്മാവേ, അഭിഷേകം നിറയ്ക്കുന്ന ആത്മാവേ, ഉണർവ് നൽകുന്ന ആത്മാവേ, ബോധ്യങ്ങൾ നൽകുന്ന ആത്മാവേ, ഈ സമൂഹത്തിലേക്ക് കത്തി പടരണമേ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പരിശുദ്ധാത്മാവേ, 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 ഇപ്പോൾ നിറയണമേ, ഈ സമൂഹത്തിലേക്ക് നിറയണമേ, ഈ കുടുംബങ്ങളിലേക്ക് നിറയണമേ, ബാലികാ ബാലന്മാരുടെ നിറയണമേ, യുവതി യുവാക്കന്മാരുടെ മേൽ നിറയണമേ, സഭയുടെ മേൽ നിറയണമേ, കൂട്ടായ്മകളുടെ മേൽ നിറയണമേ, സിസ്റ്റേഴ്സിന്റെ മേൽ നിറയണമേ, വൈദികരുടെ മേൽ നിറയണമേ, സർവ മക്കളുടെ മേലും പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റ വീശണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റ വീശണമേ. രോഗശക്തിയെ തകർത്തിടാൻ, പാപശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. രോഗശക്തിയെ തകർത്തിടാൻ, പാപശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. കൈകൾ ഉയർത്തി കൈയടിച്ച് എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ. അഭിഷേക ശക്തി ഇടവക മുഴുവൻ കത്തിപ്പടരട്ടെ. കൂട്ടായ്മ മുഴുവൻ നിറയട്ടെ. ഈ കൂട്ടായ്മ മുഴുവൻ കത്തിപ്പടരട്ടെ. ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ. ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ. സകല മക്കളുടെ മേൽ അത്ഭുതമായി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കുന്നു. യേശുവേ, ആരാധന. സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ആരാധിക്കുന്നു. ആരാധന. ആത്മാവേ, റൂഹായേ, ഹല്ലേലൂയ. ക്ഷീണങ്ങൾ മാറുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, വലിയ വിടുതലുകൾ കർത്താവ് വർഷിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ. യേശുവേ, മാവിന്റെ കെട്ടുകൾ അഴിയട്ടെ, അതരങ്ങളുടെ ബന്ധനങ്ങൾ മാറട്ടെ, കുടുംബങ്ങളുടെ തടസ്സങ്ങൾ മാറട്ടെ, വഴക്കും കലഹങ്ങൾ നീങ്ങട്ടെ, സമാധാനക്കേട് മാറട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, മാരക വ്യാധികൾ വിട്ടൊഴിയട്ടെ, എല്ലാ പകർച്ചവ്യാധികൾ വിട്ടുപോകട്ടെ, സാമ്പത്തിക തകർച്ചകൾ മാറട്ടെ, വിദ്യാർത്ഥികൾ അഭിഷേകം പ്രാപിക്കട്ടെ, കുട്ടികൾ അഭിഷേകം പ്രാപിക്കട്ടെ, കുട്ടികൾ സൗഖ്യം പ്രാപിക്കട്ടെ, യുവതി യുവാക്കന്മാർ അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന,
യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, സമൂഹം മുഴുവൻ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, പരിശുദ്ധാത്മാവേ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഈ സമൂഹം മുഴുവൻ കത്തിപ്പടരട്ടെ. ഈ ദാസരുടെ മേൽ കത്തിപ്പടരണമേ പരിശുദ്ധാത്മാവേ. ദാസരുടെ മേൽ കത്തിപ്പടരട്ടെ. ഈ ഇടവകയുടെ മേൽ കത്തിപ്പടരണമേ പരിശുദ്ധാത്മാവേ. ഇടവകയുടെ മേൽ കത്തിപ്പടരട്ടെ. പരിശുദ്ധാത്മാവേ, കത്തിപ്പടരട്ടെ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അട്ടപ്പാടിയിൽ നിന്ന് ആദ്യം തന്നെ നിങ്ങളെല്ലാവരെയും അഭിവാദനം ചെയ്യുകയാണ്. ഇന്ന് അനേകം കുട്ടികളും യുവതിവാക്കന്മാരും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായ കുട്ടികൾക്കും യുവതിവാക്കന്മാർക്കും വേണ്ടി നിങ്ങളെല്ലാവരും ഈ സമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കുട്ടികളെ നല്ല ശ്രദ്ധയോടെ ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് നിന്റെ കൂട്ടുകെട്ട് സൂക്ഷിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. ഞാൻ വളരെ നല്ല ഒരു ഇടവകയിൽ പോയി ശുശ്രൂഷ ചെയ്യാൻ ഇടവന്നു. അവിടെ ഒരു നല്ല അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛൻ്റെ നേതൃത്വത്തിൽ ആ ഇടവക ഒരു സ്വർഗതുല്യമായ ഒരു ഇടവക. രാവിലെ ഇട ദിവസത്തെ കുർബാനയ്ക്ക് പോലും ചെന്നാൽ പള്ളി നിറച്ചു ആളുകൾ, ധ്യാനത്തിന് ആ പരിസരം നിറയെ ആളുകൾ വന്ന് ദൈവവചനം കേൾക്കാനിരിക്കുക. വളരെ നല്ല ജനങ്ങൾ. എനിക്ക് ആ ഇടവയെക്കുറിച്ച് ഭയങ്കരമായ ഒരു മതിപ്പും ഭയങ്കരമായൊരു അപ്രീസിയേഷനും തോന്നി. വർഷങ്ങൾ കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് ഞാൻ ആ ഇടവയെക്കുറിച്ച് കേൾക്കാൻ ഇടവന്നു. തമ്മി തല്ലി ഛിന്ന ഭിന്നമായി കിടക്കുന്നൊരു ഇടവകയായി മാറിയിരിക്കുകയാണ്. തമ്മി തല്ലി ഛിന്ന ഭിന്നമായി കിടക്കുന്നൊരു ഇടവക. വലിയ കൺഫ്യൂഷൻസ്, വലിയ ടെൻഷൻ, സമാധാനം ഇല്ലാത്ത ഒരു ഇടവകയായി ഇടവക മാറിയിരിക്കുകയാണ്. പ്രാർത്ഥന കുറഞ്ഞു. ആളുകൾ അനേകം പള്ളികളിലേക്ക് ചിതറിപ്പോയി. കുർബാനയ്ക്ക് ആളുകൾ വളരെ കുറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വേദനയോടെ അന്വേഷിച്ചു, ദൈവമേ, സ്വർഗതുല്യമായിരുന്ന ഇടവക എങ്ങനെ ഇതുപോലെയായി മാറി? ചപ്പും ചവറും ചണ്ടിയും പോലെ അത് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എങ്ങനെയാണ്? ആദ്യത്തെ വികാരിയച്ഛൻ മാറി, വേറൊരു വികാരിയച്ഛൻ വന്നു. ആ അച്ഛന് നല്ല അച്ഛനാ, നല്ല നിഷ്കളങ്കനായ അച്ഛനാ, എനിക്കറിയാം, നല്ല അച്ഛനാ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നാൽ ആ അച്ഛൻ ഉപദേശം തേടിയത് ആ ഇടവകയിൽ ഒട്ടും സഹകരിക്കാതിരുന്നവരും പല തരത്തിലുള്ള അവസ്ഥയിരുന്ന ആളുകളോടാണ് ഉപദേശം തേടിയത്. മുൻ വികാരിയച്ഛൻ്റെ കൂടെ ആത്മാർത്ഥമായി അധ്വാനിച്ചവരും ആ ഇടവകയ്ക്ക് വേണ്ടി ചത്ത് പണിയെടുത്തവരുമായ വലിയൊരു ജനത അവരെ പാടെ അവഗണിച്ചിട്ട് അച്ഛൻ എന്തോ ഇഷ്ടം തോന്നിയ ചില ആളുകളുണ്ട്, അവരോട് അവർ എന്നും വന്ന് ചെവിയിൽ ഓരോ കാര്യങ്ങൾ ഉപദേശിക്കാൻ തുടങ്ങി. അതനുസരിച്ച് അച്ഛൻ പ്രവർത്തിച്ച് ഇടവക ഛിന്ന ഭിന്നമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടവക ഛിന്ന ഭിന്നമായി. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ആ അച്ഛൻ നല്ല ഹൃദയമുള്ള അച്ഛനാ, ഇടവകയിലെ ജനങ്ങൾ നല്ല ജനങ്ങളാ, ഒരുപാട് നന്മ അങ്ങ് വർഷിച്ചിട്ടുള്ള സ്ഥലമാ, എന്തുകൊണ്ട് ഈ ദുർഗതി ഉണ്ടായി? അപ്പോൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു വചനഭാഗമാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 12-ാം അധ്യായം
1 മുതൽ 14 വരെ തിരുലിഖിതങ്ങൾ. അവിടെ സോളമൻ എന്ന് പറയുന്ന ഒരു രാജാവ്, അദ്ദേഹത്തിൻ്റെ മരണശേഷം അടുത്തൊരു ഭരണാധികാരി രംഗത്തേക്ക് വരികയാണ്. സോളമൻ്റെ മകനായ റഹോബൊവാം എന്ന രാജാവാണ് സോളമന് ശേഷം ഭരണാധികാരിയായി വന്നത്. ആ രാജാവിൻ്റെ പേരെന്താന്ന് ഉറക്കെ പറയാമോ? റഹോബോവാം. റഹോബൊവാം. ഒന്നും കൂടെ പറ. റഹോബോവാം. റഹോബൊവാം എന്ന സോളമൻ്റെ മകൻ രാജാവായി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ രാജ്യം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സോളമൻ്റെ മകൻ്റെ പ്രത്യേകത, അപ്പൻ്റെ കാലത്ത് അപ്പൻ്റെ കൂടെ നിന്ന് നല്ല പരിചയം ഉണ്ടായിരുന്ന ആ ആളുകളുടെ ആരുടെ ഉപദേശം കേൾക്കുകയല്ല. പകരം ഇവൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് മതിച്ച് നടക്കുന്ന പ്രത്യേക പ്രകൃതക്കാരായ ചില ദുർമാർഗികളുണ്ട്. അവരുടെ കൂട്ടുകെട്ട് കൂടി നടക്കുക, അവരുടെ ഉപദേശം കേൾക്കുക. ഇതായിരുന്നു റഹോബൊവാമിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ ആ പാവപ്പെട്ട ജനങ്ങൾ, ഇസ്രായേൽ ജനങ്ങൾ ഈ രാജാവിൻ്റെ അടുത്ത് ചെന്നു, റഹോബൊവാമിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ കഷ്ടമാണ്, പട്ടിണിയാണ്, വളരെ ഞെരുക്കമുണ്ട്, കുറച്ച് കാര്യങ്ങളിൽ ഒരു കൺസെഷനൊക്കെ ചെയ്തു തരണം. അതാണ് 1 രാജാക്കന്മാർ 12:4. അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ചത് ഭാരമേറിയ നുകമാണ്. ഞങ്ങളുടെ ജോലിയുടെ കാഠിന്യവും അവൻ വെച്ച നുകത്തിൻ്റെ ഭാരവും അങ്ങ് ലഘൂകരിക്കണം. ഞങ്ങൾ അങ്ങയെ സേവിച്ചു കൊള്ളാം. ഈ ജനങ്ങളുടെ സങ്കടം രാജാവിനോട് ചെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടനെ രാജാവ് പറഞ്ഞു, ആലോചിക്കട്ടെ, പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ജനങ്ങളെ പറഞ്ഞയച്ചു. അതിനുശേഷം ഈ രാജാവ് സോളമന് ഉപദേശം കൊടുത്തിരുന്ന നല്ല തെളിഞ്ഞ മനുഷ്യരുണ്ടായിരുന്നു, നല്ല പക്വതയുള്ളവർ. അവരോട് ചോദിച്ചു, ഞാൻ ഈ ജനത്തിന് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? അതാണ് 1 രാജാക്കന്മാർ 12-ാം അധ്യായം 6-7 തിരുലിഖിതങ്ങൾ. ജനം മടങ്ങിപ്പോയി. റഹോബൊവാം തൻ്റെ പിതാവായ സോളമൻ രാജാവിൻ്റെ വൃദ്ധരായ ഉപദേശകരോട് ആലോചിച്ചു, ജനത്തിന് എന്ത് ഉത്തരം നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവർ പറഞ്ഞു, അങ്ങ് അവർക്ക് വഴങ്ങി ദയാപൂർവം മറുപടി നൽകുകയും അവരെ സേവിക്കുകയും ചെയ്താൽ അവർ എന്നും അങ്ങയുടെ ദാസന്മാരായിരിക്കും. മുതിർന്നവരുടെ ഉപദേശം നിരസിച്ച് അവൻ തന്നോടൊത്ത് വളർന്ന പാർശ്വമതികളായ യുവാക്കന്മാരുടെ അടുക്കലേക്ക് പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മുതിർന്നവർ നല്ല ഉപദേശം കൊടുത്തു. അപ്പോൾ റഹോബൊവാം എന്ത് ചെയ്തു? അത് കേട്ടില്ല. അതിനുശേഷം തന്നോടൊപ്പം വളർന്ന തനിക്ക് പിടിച്ച ചില ആളുകളുണ്ട്, ചെറുപ്പക്കാർ, ഇവൻ്റെ പ്രായക്കാർ, കളിപ്രായക്കാർ. ഇവൻ ആ യുവാക്കന്മാരോട്, ഇവൻ്റെ പ്രായത്തിൽപ്പെട്ടവരോട് ആലോചന ചോദിക്കുകയാണ്. അവരെന്ത് പറഞ്ഞു? അതാണ് 1 രാജാക്കന്മാർ 12-ാം അധ്യായം 10-11 തിരുലിഖിതങ്ങൾ. അവർ പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകത്തിൻ്റെ ഭാരം കൂട്ടി അങ്ങ് അത് കുറച്ചു തരണം എന്ന് പറഞ്ഞ ഈ ജനത്തോട് നീ പറയുക, എൻ്റെ ചെറുവിരൽ എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ മുഴുപ്പുള്ളതാണ്. അവൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വെച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. അവൻ നിങ്ങളെ ചാട്ട കൊണ്ട് അടിച്ചു, ഞാൻ നിങ്ങളെ മുൾ ചാട്ട കൊണ്ട് അടിക്കും. ഈ ചെറുപ്പക്കാരുടെ ഉപദേശം അവൻ സ്വീകരിച്ച്, അവൻ ആ ജനങ്ങൾ വന്നപ്പോൾ ആ ജനങ്ങളുടെ മേൽ പരുഷമായി പെരുമാറി. വാലും തലയും കൊണ്ട് കൊത്തണ മാതിരിയും കടിക്കണ മാതിരിയും ആ ജനങ്ങളെ അവൻ പ്രകോപിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ ആ ജനങ്ങളോട്, ഈ ചെറുപ്പക്കാർ ആ മേട്ട സ്വഭാവമുള്ളവർ എന്ത് പറഞ്ഞോ അതേ ടൈപ്പ് ഉത്തരം ഈ ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. അതാണ് 1 രാജാക്കന്മാർ 12-ാം അധ്യായം 14-ാമത്തെ തിരുലിഖിതം. ആ യുവാക്കളുടെ ഉപദേശം അനുസരിച്ച് അവൻ പറഞ്ഞു, എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വെച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ട് അടിച്ചു, ഞാൻ നിങ്ങളെ മുൾ ചാട്ട കൊണ്ട് അടിക്കും. ഈ വിധത്തിൽ ആ ജനങ്ങൾക്ക് മറുപടി കൊടുത്തു. ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഒരു കൺസെഷൻ നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. എൻ്റെ പിതാവ് ചാട്ട കൊണ്ട് അടിച്ചെങ്കിൽ ഞാൻ നിങ്ങളെ മുൾ ചാട്ട കൊണ്ട് അടിക്കും. ഇങ്ങനെ ആ ജനത്തിന് മറുപടി കൊടുത്തു. പ്രിയപ്പെട്ട അപ്പം തന്നെ ആ ജനം അടഞ്ഞു. ആ ജനം പറഞ്ഞു, ദാവീദിൻ്റെ കുടുംബം ഞങ്ങൾ തമ്മിൽ എന്ത് ബന്ധം? നീ നിൻ്റെ പണി നോക്കും, ഞാൻ ഞങ്ങളുടെ പണി നോക്കും. അവിടെ ഭിന്നതയുണ്ടായി, അവിടെ വലിയ പ്രശ്നമുണ്ടായി. രാജ്യം 2ആയി പിളർന്നു.
രാജ്യം രണ്ടായി പിളർന്നു. അവരൊരു വിമത നേതാവിനെ വിളിച്ചു വരുത്തി. ജെറോബവാം എന്ന് പേരുള്ള ഒരു നേതാവിനെ അവർ വിളിച്ചു വരുത്തി. ആ നേതാവിൻ്റെ കീഴിൽ ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾ അന്ന് വേർതിരിഞ്ഞു. ഈ ജെറോബവാമിന് പിന്നെ യൂദാ ഗോത്രം 1-2 ഗോത്രങ്ങൾ മാത്രം അവശേഷിച്ച് ബാക്കി സിംഹഭാഗം ഇസ്രായേൽ രാജ്യവും വേർപെട്ടു പോയി. ഇസ്രായേൽ 2ആയി വെട്ടിമുറിക്കപ്പെട്ടു. പിന്നീട് ഒരിക്കലും BC 752 അസീറിയ ആക്രമിച്ച് അതൊക്കെ നശിപ്പിക്കുന്നത് വരെ പിന്നീട് ഒരിക്കലും അവർ യോജിച്ചിട്ടില്ല. അങ്ങനെ ശക്തമായൊരു പിളർപ്പിലേക്ക് നയിച്ചത് ഈ ജെറോബവാമിൻ്റെ ആ ചീത്ത കൂട്ടുകാരുടെ ആ കൂട്ടുകെട്ടിൻ്റെ ഉപദേശമാണ്. ആ ജനമടഞ്ഞു. അവർ രാജാവിനോട് കലഹത്തിലായി. അവർ ആ വിമത നേതാവിനെ ആളയച്ച് വരുത്തി. 1 രാജാക്കന്മാർ 12-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ജെറോബവാം മടങ്ങി വന്നെന്ന് കേട്ടപ്പോൾ ഇസ്രായേൽ ജനം ഒരുമിച്ച് കൂടി അവനെ വരുത്തി ഇസ്രായേലിനെ രാജാവാക്കി. യൂദയായുടെ ഗോത്രമൊഴികെ മറ്റൊന്നും ദാവീദിൻ്റെ ഭവനത്തെ അനുഗമിച്ചില്ല. വേറൊരു വാക്കി പറഞ്ഞാൽ സോളമൻ്റെ മകനായ റഹോബോവാമിൻ്റെ കീഴിൽ ചുരുക്കം 1-2 ഗോത്രം ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും മറ്റു ഭാഗത്തേക്ക് ചേർന്നു. രാജാവ് ഒരു പ്രതിനിധി അയച്ചു. അവനെ അവർ കല്ലെറിഞ്ഞു കൊന്നു. ഉടനെ രാജാവ് രക്ഷപ്പെടാൻ വേണ്ടി രഥത്തിൽ കയറി ജെറുസലേമിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ആ രാജ്യം പിന്നെ ഒരിക്കലും കൂടി എന്നും പേർ തമ്മിൽ കലഹത്തിലുമായിരുന്നുവെന്ന് വചനത്തിൽ 1 രാജാക്കന്മാർ 12:13 നമ്മൾ വായിക്കുകയാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയാണ് അനേകം കുടുംബങ്ങൾ ഇന്ന് ഛിന്നഭിന്നമായിക്കൊണ്ടിരിക്കുന്നത്. അനേക ഇടവകകൾ, അനേക കോൺവെൻറ്റുകൾ, അനേക കുടുംബങ്ങൾ, അനേക സമൂഹങ്ങൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, അനേക ദൈവമക്കളുടെ സംവിധാനങ്ങൾ ഛിന്ന ഭിന്നമാകാൻ സാത്താൻ ഉപയോഗിക്കുന്ന വളരെ കൗശലമായ ഒരു ക്രമീകരണമാണ്, വളരെ കൗശലമായ ഒരു തന്ത്രമാണ് കൂട്ടുകെട്ടുകളിലൂടെ നല്ല ഭരണാധികാരികളെ നശിപ്പിച്ചു കളയുക. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ കൂട്ടുകെട്ട് നീ സൂക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ദൈവത്തിന്റെ വചനം സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ മാർഗത്തിൽ നടക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ പോയി ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം ഒരു കാര്യം വെറുതെ പറയാമെന്ന് വിചാരിക്കരുത്. നീ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാൻ വേണ്ടി പോകരുത്. പ്രിയ യുവാവേ, യുവതി, നിന്റെ പ്രായത്തിനനുസരിച്ച് നിനക്ക് പലരും നിനക്ക് കൂട്ടുകാരുണ്ടായിരിക്കും. അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ദുർമാർഗം നടക്കുന്ന വ്യക്തിക്ക് തനിക്ക് ചേർന്ന പോലെയുള്ള ചില ഉപദേശകരുണ്ടായിരിക്കും. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടുന്ന് കേട്ടിട്ടില്ലേ? അതേമാതിരി തനിക്ക് ചേർന്ന ചില കൂട്ടുകാരുണ്ടായിരിക്കും. അവരായിരിക്കും നിങ്ങളുടെ ജീവിതത്തെയും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മകളെയും സമൂലം നശിപ്പിക്കാൻ സാത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം നിങ്ങൾ മനസ്സിലാക്കണം. നല്ല പല കുടുംബങ്ങളും ഛിന്നഭിന്നമാകും. നല്ല പല മനുഷ്യരും നശിക്കുകയാണ്. എന്താ കാരണം? എന്താ? ദൈവം കൂടെ പ്രവർത്തിക്കുന്നില്ല, ദൈവം അനുഗ്രഹിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന മനുഷ്യ, നിന്റെ കൂട്ടുകെട്ട്, നിന്റെ ഉപദേശം നീ ഒന്ന് ഓർക്കുക. സങ്കീർത്തന പുസ്തകം 50-ാം അധ്യായം അതിൽ 16-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം ദുഷ്ടനോട് പറയുന്നു, എൻ്റെ നിയമങ്ങൾ ഉരുവിടാനോ എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കാനോ നിനക്ക് എന്തു കാര്യം? എന്താ കാരണം? 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നീ കള്ളനെ കണ്ടാൽ അവനോട് കൂട്ടുചേരും, നീ വ്യഭിചാരിയെ കണ്ടാൽ അവനോട് ചങ്ങാത്തം കൂടും, നീ ഏത് ഉറവെന്നും കുടിക്കും. പ്രിയപ്പെട്ട ദൈവവൈതലേ, ഇതാണോ നിന്റെ സ്വഭാവം? നീ ഒരു ആത്മീയ മാർഗത്തിൽ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ദൈവം വസിക്കണമെങ്കിൽ വചനം കർശനമായ ഒരു കാര്യം പറയുന്നുണ്ട്. നീ ദുഷ്ടനെ പരിഹാസിനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും ചെയ്യും. നിന്റെ കൂട്ടുകെട്ട് നീ പരിശോധിച്ച് നോക്കണം. ഇത് കർത്താവ് വചനത്തിലൂടെ അഭ്യർത്ഥിക്കുകയാണ്. കള്ളനെ കണ്ടാൽ കൂട്ടുകൂടും, വ്യഭിചാരിയെ കണ്ടാൽ ചങ്ങാത്തം കൂടും. ആര് നിനക്ക് പറ്റിയ ഇണയാണെങ്കിൽ, ആര് നിനക്ക് പറ്റിയ കൂട്ടാണെങ്കിൽ നിന്നിൽ ആത്മീയത വളരില്ല, നിന്റെ കുടുംബത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിലനിൽക്കില്ല. ഇത് തന്നെയാണ് വചനം മുന്നറിയിപ്പ് നൽകുന്നത്. ദൈവവചനം ചോദിക്കുകയാണ് 50-ാം സങ്കീർത്തനത്തിൽ 16-ാം തിരുലിഖിതം, ദൈവം ദുഷ്ടനോട് ചോദിക്കുന്നു, എൻ്റെ വചനങ്ങൾ ഉരുവിടാനോ എൻ്റെ നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ നിനക്കെന്തു കാര്യം? 17-ാം വാക്യത്തിൽ പറയാണ്, കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടുകൂടും, വ്യഭിചാരിയെ കണ്ടാൽ നീ അവനോട് ചങ്ങാത്തം കൂടും. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ, വിടുവിക്കണമേ, വിടുവിക്കണമേ. അന്ധകാര കോട്ടകൾ തകരട്ടെ, കോട്ടകൾ തകരട്ടെ, സാത്താന്റെ കൗശലങ്ങൾ തകരട്ടെ, സാത്താന്റെ കൗശലങ്ങൾ തകരട്ടെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തകരട്ടെ കർത്താവേ, ശത്രുവിൻ കോട്ടകൾ, തകരട്ടെ,